അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 ബുധനാഴ്ച. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മൂലമുള്ള ദുരിതം രൂക്ഷമായത്. ഇന്നലെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും ഉണ്ടായി. കോട്ടയത്ത് ഉരുൾപൊട്ടലിൽ വീടുകൾ തകർന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലായി 5 മരണവും ഇന്നലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മേഘവിസ്ഫോടനം കൊണ്ടാണ് കളമശ്ശേരിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം മഴ പെയ്തതെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ. കളമശ്ശേരിയിൽ 1.5 മണിക്കൂറിനുള്ളിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴയാണ്. ഇത് സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. രാവിലെ 8:30 ശേഷം കളമശ്ശേരിയിൽ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. 14 കിലോമീറ്റർ വരെയൊക്കെയുള്ള മേഘങ്ങളാണിത്. കേരളത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന മേഘവിസ്ഫോടനത്തിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള മഴയാണ് ഇന്നലെ കളമശ്ശേരിയിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയിൽ കളമശ്ശേരിയിൽ ഏകദേശം 400ഓളം വീടുകളിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിലും HMT സ്കൂളിലുമായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. മന്ത്രി P. രാജീവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോട്ടയത്ത് ഭരണങ്ങാനം വില്ലേജിൽ ഇടമറുക് ചൊക്കല്ല് ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി. പ്രദേശത്ത് 7 വീടുകൾ ഉരുൾപൊട്ടലിൽ തകർന്നു. കോട്ടയത്ത് തലനാട് മണ്ണിടിച്ചിലിൽ 2 വീടുകൾ തകർന്നു. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ നഗരത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മഴ കനത്തതുമൂലം ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കി. അതിതീവ്ര മഴയെ തുടർന്ന് മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിൽ വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചതിനാൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ 4 വിമാനങ്ങൾ കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയിൽ പൈലറ്റുമാർക്ക് റൺവേ കാണാനാകാത്തതിനെ തുടർന്നാണ് വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടത്. സംസ്ഥാനത്തെ തീവ്രമഴയിലും കാറ്റിലും KSEBിക്ക് കനത്ത നാശനഷ്ടമുണ്ടായെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. സംസ്ഥാനത്താകെ 895 HT പോസ്റ്റുകളും 6230 LT പോസ്റ്റുകളും തകർന്നു. 185 ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും KSEB ജീവനക്കാർ സത്വരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ചർച്ച പൂർത്തിയായി. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. ക്യാബിൻ ക്രൂവിന്റെ താമസം മെച്ചപ്പെട്ട ഹോട്ടലുകളിലേക്ക് മാറ്റും. കരാർ ജീവനക്കാരുടെ സേവന വേതനത്തിലും മാറ്റം വരുത്തുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. മൂന്നാർ ഭൂമി കേസുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സർക്കാരിന് അലംഭാവമാണെന്ന് വിമർശിച്ച ഹൈക്കോടതി അന്വേഷണം CBIയെ ഏൽപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിച്ചു. ഈ വർഷവും ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്താൻ സർക്കാരും മാനേജ്മെന്റുകളും തമ്മിൽ ധാരണയിലെത്തി. വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫോമിനുള്ള GST ഒഴിവാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച കോളേജുകൾക്ക് നഴ്സിംഗ് കൌൺസിലിന്റെ പരിശോധന ഇല്ലാതെ ഈ വർഷവും അംഗീകാരം നൽകാനും ധാരണയിലെത്തി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ
തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്രക്കാരിയെ കടിച്ചത് പാമ്പല്ലെന്ന് റെയിൽവേ അധികൃതർ. വിഷമില്ലാത്ത മറ്റേതെങ്കിലും ജീവിയാകാം യുവതിയെ കടിച്ചത് എന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല. യുവതിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. ബാർ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ബാർ ഉടമകളുടെ സംഘടനയുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടി. കോഴയുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശമിട്ട അനിമോനിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു. ഗ്രൂപ്പിലെ മറ്റ് ബാറുടമകളുടെ മൊഴിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. പണം നൽകിയെന്ന് അനിമോൻ വെളിപ്പെടുത്തിയ അണക്കരയിലെ ഹോട്ടലിന്റെ ഉടമ അരവിന്ദാക്ഷന്റെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഇന്നലെ രേഖപ്പെടുത്തി. ബാർ കോഴയിൽ നിലവിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ പഠനങ്ങളിലും സർവേകളിലും എന്നും മുന്നിൽ നിന്ന സംസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ചില പഠനങ്ങളിൽ പിന്നോക്കം പോയത് ഗൗരവമായി വിലയിരുത്തേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നുവരുന്ന പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയത്തിന്റെ രീതിയും മാറ്റുകയാണ്. 2005 മുതൽ പിന്തുടർന്നു പോരുന്ന നിരന്തര വിലയിരുത്തൽ പ്രക്രിയയുടെ ശക്തിയും ദൗർബല്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിന്റെ നിലപാടുകൾക്കെതിരെ കെ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. തന്നെ അപമാനിക്കുന്ന നിലപാട് അലോഷ്യസ് സേവിയറിൽ നിന്നുണ്ടായി എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണ്. KSU പ്രവർത്തിക്കുന്നത് സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ്. 4 പേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പോലും നീതിയുക്തമല്ല. KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച KPCCയുടെ അന്വേഷണ സമിതിയോട് ഉടൻ തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ KSU ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. മാർച്ച് 1 മുതൽ 26 വരെ സംസ്ഥാനത്ത് നടന്ന +1 പരീക്ഷ 4,14,159 വിദ്യാർത്ഥികളാണ് എഴുതിയത്. ഡിവൈഎസ്പിയും പോലീസുകാരും ഗുണ്ടാ സൽക്കാരത്തിൽ പങ്കെടുത്ത സംഭവം പോലീസ് സേന ഇപ്പോൾ എത്രത്തോളം ജീർണിച്ചു എന്നതിന്റെ തെളിവാണെന്ന് രമേശ് ചെന്നിത്തല. പോലീസിന്റെ ഗുണ്ടാ മാഫിയ ബന്ധം വളരെ വ്യാപകമായി മാറിയിരിക്കുന്നു. ഗുണ്ടാ പ്രവർത്തനങ്ങൾ തടയേണ്ടവർ ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും അഴിഞ്ഞാടുന്നതിന് അവസരമൊരുക്കുന്നുവെന്നും ഇവരെ നിയന്ത്രിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന 5 ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ തീരുമാനം. ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം യോഗത്തിൽ വ്യക്തമാക്കി. ഭക്ഷ്യവിഷബാധ കേസുകളെ ശക്തമായി നേരിടുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണരാജ. ഇത്തരം കേസുകൾ കണ്ടെത്തിയാൽ ഉടനെ തദ്ദേശ സ്വയംഭരണം, ഫുഡ് സേഫ്റ്റി വകുപ്പുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. നിപ്പ പ്രതിരോധത്തിന് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുന്നതായി മന്ത്രി വീണ ജോർജ്. വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കുന്നത്. നിപ്പ, പക്ഷിപ്പനി പ്രതിരോധത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കും. മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സെപ്റ്റംബർ മാസം വരെ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ നിപ്പ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി.
കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം കഴിയുന്ന മെയ് 30 മുതൽ 2 ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കും. 2014 ശിവജിയുടെ പ്രതാപ്ഗഡിലും 2019 കേദാർനാഥിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ശേഷം മോദി ധ്യാനമിരുന്നിട്ടുണ്ട്. രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഏറ്റവും സന്തുലിതമായി പ്രവർത്തിച്ചത് 1991 മുതൽ 2014 വരെയുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ കാലത്തായിരുന്നുവെന്ന് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ. അന്ന് ആർക്കും ധിക്കാരപരമായ ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. പാർട്ടികൾ തമ്മിൽ ബഹുമാനത്തോടെ ആശയവിനിമയം നടത്തി. ന്യൂനപക്ഷങ്ങളിൽ ആത്മവിശ്വാസമുണ്ടായി. സാമ്പത്തികമായും രാജ്യം പുരോഗമിച്ചു. ഫെഡറൽ തത്വങ്ങൾ പാലിക്കപ്പെട്ടു. കോടതികൾ നട്ടെല്ലുയർത്തി നിന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കൈക്കടത്തലുകൾ കുറഞ്ഞു. രാമചന്ദ്രൻ ഗുഹ നിരീക്ഷിച്ചു. ഒരു പാർട്ടിക്കും 230-ലധികം സീറ്റ് കിട്ടാതിരിക്കുന്നതാണ് ജനാധിപത്യത്തിന് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഴുത്തുകാരനും സോഷ്യലിസ്റ്റ് നേതാവും മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന MP വീരേന്ദ്രകുമാറിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യ എങ്ങോട്ട് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയിൽ ചേരാൻ തനിക്കുമേൽ സമ്മർദ്ദമുണ്ടെന്ന് ആരോപിച്ച ആം ആദ്മി പാർട്ടി നേതാവ് അതിഷിക്ക് സമൻസ് അയച്ച് കോടതി. BJP വക്താവ് പ്രവീൺ ശങ്കർ കപൂർ നൽകിയ മാനനഷ്ട കേസിൽ ഡൽഹിയിലെ കോടതിയാണ് സമൻസ് അയച്ചത്. ജൂൺ 29 കേസിന്റെ വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നവീൻ പട്നായിക്കിന്റെ പിന്നിൽ നിന്ന് ഒഡീഷയെ ഒരു തമിഴൻ ഭരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിന് കഴിയില്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിലെ പുരിയിൽ BJP പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJD നേതാവും നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനുമായ VK പാണ്ഡ്യനെ ലക്ഷ്യമിട്ടായിരുന്നു അമിത്ഷായുടെ വിമർശനം. ഖാൻ ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ സംവിധായിക പായൽ കപാഡിയക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ട് ശശി തരൂർ. BJP സർക്കാർ യോഗ്യനല്ലാത്ത ചെയർമാനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച പായലിനും മറ്റ് വിദ്യാർത്ഥികൾക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കേണ്ടതല്ലേ എന്നും തരൂർ ചോദിച്ചു. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. 2020 ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിയുന്ന രാഹുൽ ദ്രാവിഡിന്റെ പകരമാണ് BCCI പുതിയ കോച്ചിനെ നിയമിക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.